അസ്സലാമു അലൈക്കും. സൂറത്തുൽ ഫാത്തിഹയുടെ ഉള്ളടക്കത്തെക്കുറിച്ചാണ് ഇന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹ മക്കയിലാണ് അവതരിപ്പിച്ചത്. 7 ആയത്തുകളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ച ഒരു സൂറത്താണ് ഖുർആനിലെ പ്രാരംഭ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ. അതുകൊണ്ടാണ് ഇതിന് ഫാത്തിഹ എന്ന പേര് ലഭിച്ചത്. ഖുർആൻ്റെ സാരാംശം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിലും പരലോകത്തിലുള്ള വിശ്വാസം, അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ, തൗഹീദ്, പ്രാർത്ഥന തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ഇതിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണിതിന് ഉമ്മുൽ കിതാബ്, ഖുർആൻ്റെ അടിത്തറ എന്ന് പറയപ്പെടുന്നത്. അതുപോലെ ഫാത്തിഹയ്ക്ക് 7 പേരുകൾ വേറെയുമുണ്ട്. അതേതാണെന്ന് പറഞ്ഞാൽ ഉമ്മുൽ കിതാബ്, ഹംദ്, സ്വലാത്ത്, ഷിഫാ, വാഫിയ, റുക്കിയ, അസ്സബോൽ മസാനി എന്നിങ്ങനെയാണ് മറ്റു പേരുകൾ. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. നമസ്കാരത്തിൽ അനിവാര്യമായും ഓതിയിരിക്കേണ്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ ഓതാതെയുള്ള ഒരു നിസ്കാരവുമില്ല. ഇത് സ്വീകാര്യമായ ഒരു കാര്യമാണ്. തൗറാത്തിലോ ഇഞ്ചീലിലോ ഇതുപോലുള്ളത് അവതീർണമായിട്ടുമില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു സംഭവം ഇപ്രകാരം കാണാം. ഒരിക്കൽ ഒരു മാലാഖ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾക്കു നൽകപ്പെട്ട 2 പ്രകാശങ്ങൾ നിങ്ങൾ സന്തോഷിക്കുക. ആ 2 പ്രകാശങ്ങൾ, അവ രണ്ടും നിങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകനും അള്ളാഹു നൽകപ്പെട്ടിട്ടില്ല. അതേതാണെന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ബഖറയിലെ അവസാന ഭാഗങ്ങളുമാണ്. അവയിലെ ഓരോ അക്ഷരവും നിങ്ങൾ ഓതിയിരിക്കില്ല, അത് പ്രതിഫലം നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടൊഴികെ. അപ്പോൾ അത്രത്തോളം മഹത്വമേറിയ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നുള്ള കാര്യം പ്രത്യേകം ഉണർത്തുന്നു. ഫാത്തിഹ ഓതാൻ ആരംഭിക്കുന്നതിന് മുൻപ് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതൽ വളരെ സുന്നത്തായ ഒരു കാര്യമാണ്. ഏത് സൂറത്ത് തുടങ്ങുമ്പോഴും അതിൻ്റെ ആദ്യത്തിൽ ഔദു ഓതൽ വളരെ സുന്നത്തായ കാര്യമാണെന്ന് പ്രത്യേകം ഉണർത്തുന്നു. അപ്പോൾ ഫാത്തിഹയെക്കുറിച്ച് ഇത്രത്തോളം പറയാൻ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളടക്കമായിട്ട് ഇത്രമാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു.